നേരത്തെ പെങ്കിച്ചൊടുക്ക്. ഓ രാവിലെ എഴുന്നേറ്റ് രാത്രി ഇടയ്ക്ക് നിങ്ങളെ മെയിൻ പരിപാടിയാണ് ഇവിടെ പെപ്പിടല്ലേ ചടങ്ങല്ലേ. ഇനി പെങ്കിസ് കൊടുത്തോ. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എങ്ങടെ പോണ്ട്? എങ്ങടെ പോണ്ട്? ഏത് വീട്ടിൽ പോണ്ട്? പോണ്ടേ? അമ്മൂടെ അടുത്ത് പോണ? കാത്തിന്റെ പുതിയ കളിക്കാരി. അപ്പൊ നിങ്ങൾ വിചാരിക്കും അമ്മൂന് കാത്തിന്റെ പ്രായമുള്ളൂ. ഒരിക്കലുമല്ല, അമ്മ ചേച്ചിയാണ്. പക്ഷെ അവൾക്ക് നടക്കണ പരിപാടി ആണ്ട പണ രണ്ടിടി ചെറുപ്പത്തിൽ ഫോട്ടോയിൽ ഒരേ ഷേപ്പ് അതിന്റെ തന്നെയാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. നേരം എടുത്തു പല്ലേക്കണം. ഞാൻ പല്ലേച്ചില്ല, നീ പല്ലേച്ചില്ല? ഞാൻ പല്ലേച്ചില്ല. ഇനി പല്ലേക്കണം, ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഞാൻ അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ. ഫസ്റ്റ് എനിക്ക് ചായ വേണം. പിന്നെ എന്നോട് ഡ്യൂട്ടി തന്നെ അത് അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാന് പിറ്റേ ദിവസം അവൻ അങ്ങനെയാ. ഇന്നത്തെ ദിവസം അവന്റെ പരിപാടിയാ. ഞാൻ കാല് പിടിച്ച് ചോദിച്ചു, ഡ്യൂട്ടി ഈസ് മസ്റ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് ചായ കുടി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടികൾ നോക്കണം. അപ്പൊ കാണാം അല്ലേ? അവിടെ ഒരാൾ വാശിയായിട്ടാ. കാരണം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പൊ ഗംഭീര വാശിപ്പെണ്ണാണ്. കുഞ്ഞിപ്പെണ്ണ് മാറ്റി വാശിപ്പെണ്ണാക്കിയിട്ടുണ്ട്. അപ്പൊ ചായ കുടിച്ച് പണികൾ കാണാം, ഇന്നത്തെ വിശേഷങ്ങളും കാണാം. ഇന്ന് നമുക്ക് 2 സ്ഥലത്ത് പോകണം കേട്ടോ. കാരണം നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ലൊക്കേഷൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പോയിട്ട് അപ്പോൾ ഇന്ന് പോയിട്ട് വേണം ആ ലൊക്കേഷൻ നോക്കണം, അഡ്വാൻസ് കൊടുക്കണം. ഗ്രാൻഡ് പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യണ്ടേ. പിന്നെ ക്യാമറമാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരെ തപ്പിയെടുക്കണം. അങ്ങനെ കുറേ ഓട്ടപ്പാച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ല വന്ന അടിപൊളിയാവും. താക്കൾക്കും ഞാൻ എനിക്കിങ്ങനെ പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാവട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. എല്ലാ ദിവസവും ഞാൻ കാത്തുമ്മനെ ഓയിലെല്ലാം തേപ്പിച്ചിട്ടാണ് കുളിപ്പിക്കാറ്. ആ ഒരു കാര്യം മാത്രം ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്യാറില്ല. കാത്തുമ്മ ചെറുപ്പം തൊട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഓയിലാണ് ലവ് ലാപ്പിന്റെ നാച്ചുറൽ ഒലിവ് ഓയിൽ. പിന്നെ ഗുണങ്ങൾ എന്താന്ന് നോക്കിയാലോ? ഒരു 5-10 മിനിറ്റ് ആളെ മേത്ത് ഞാൻ ഓയിൽ വെച്ചിട്ട് ഞാൻ കുളിപ്പിക്കാറുള്ളൂ. അതും മാത്രമല്ല ഞാൻ തേച്ച് കൊടുക്കുന്നത് പോരാഞ്ഞിട്ട് അവളും നന്നായിട്ട് ആളെ മേത്തും മുഖത്തും ഒക്കെ നന്നായി ഓയിൽ തേക്കുന്നുണ്ട്. പോരാത്തന്നെ അവളെ വായിലേക്ക് വെക്കുന്നുണ്ട്. ഇത് നമ്മളുള്ള വായിലേക്ക് ആയാലും പേടിക്കേണ്ട ആവശ്യമില്ല. നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സീനോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഓയിൽ ന്യൂ ബോൺ ബേബീസ് തൊട്ട് കുറച്ച് പ്രായമായിരിക്കുള്ള ഉണ്ണികൾക്കൊക്കെ നന്നായി യൂസ് ചെയ്യാം. അവരുടെ സ്കിന്നായിക്കോട്ടെ ഹെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. സ്പാനിഷ് പ്രീമിയം ഒലിവ് ഓയിലാണ് കേട്ടോ. ഇത് ഞാൻ അവളെ സ്കിന്നിൽ നന്നായി തേച്ച് പിടിപ്പിക്കും. സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു ഓയിലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ണികളെ മസിൽസിനാണെങ്കിലും ബോൺസിനാണെങ്കിലും നല്ലൊരു സ്ട്രെങ്ത്തും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോൺ ആണെങ്കിലും അതല്ല സ്കിന്നിന് ഒരു ഡാമേജ് കാര്യമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിന്നാക്കി തരും കേട്ടോ. ഈ ഒരു ഓയിൽ വൈറ്റമിൻ ഡിയും omega-3 എല്ലാം ഇൻക്ലൂഡിങ് ആണ്. നമ്മൾ ഉണ്ണികളുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടും അതേപോലെ തന്നെ നമ്മൾ ഉണ്ണികളെ വല്ല വെയിലത്തും കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നല്ല സൺ പ്രൊട്ടക്ഷൻ തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓയിലൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണികൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അതും എടുത്ത് പറയേണ്ട കാര്യമാണ്. ന്യൂബോൺ ബേബീസ് നന്നായി മസാജൊക്കെ ചെയ്ത് കുളിപ്പിക്കാനൊക്കെ പറ്റിയൊരു ഓയിലാണ്. നമ്മളെ കാത്തുമാന അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിലാട്ടത്. പിന്നെ ഫുൾ ഡീറ്റെയിൽസും കാര്യം ഞാൻ വീഡിയോ താഴെ കൊടുക്കാൻ. പോരാത്തതിന് ഇവരുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പൊ മരുന്ന് കുടിക്കാം. ഇങ്ങോട്ട് അടുത്തു ഇങ്ങോട്ട് അടുത്തു ആ ഗൂഗിൾ കുട്ടിക്ക് ഇതെന്തല്ല എന്റെ സ്വഭാവമല്ല. മരുന്നിനെ കൈയും കെട്ടിന്ന് കുടിക്കുന്ന സ്വഭാവം. മതി. ഇനി നാളെ ഇതെന്ത് ഇത് ഉമ്പിയാണോ? ഇപ്പൊ ചോദിച്ചു കുടിച്ചേരാനിട്ട് ആണോ? നമുക്ക് ഡോക്ടർ ഒന്ന് കാണണം. വിറ്റാമിന്റെ കുറവ് തോന്നണം. ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഇതെന്താ? ബോള്
ബോള് എന്താ പറയാ? അപ്പൊ ഞാൻ ഒരു പണി നോക്കാം. ബോൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കൂ? ഞാൻ കഴിക്കില്ല, പ്ലീസ്. കുറച്ച് കഴിക്കില്ലാന്ന്. കണ്ടെന്നെ ഇഷ്ടല്ലാത്തോണ്ടല്ല, എനിക്ക് ഇഷ്ടല്ലാത്തോണ്ട്. എനിക്ക് ഉപ്മാവ് ഇഷ്ടല്ലാത്തോണ്ട്. കുറച്ച് കഴിച്ചോക്ക്. നമ്മൾ എല്ലാതും കഴിച്ച് പഠിക്കണം. എനിക്ക് വേണ്ടാന്ന്. ഇന്നലെ പൂപ്പി ചോദിക്കണ്ട് എന്താ കഴിക്കുക. ഇതവിടെ മരുന്നാ, മരുന്ന് കഴിഞ്ഞു. നീ പൂപ്പിന്റെ അക്കൗണ്ട് എടുക്കും, നീ വേണ്ട. ഞാൻ ചക്ക കഴിക്കാറില്ല. ചക്ക കഴിക്കില്ല, ഉപ്പുമാവ് കഴിക്കില്ല, പിന്നെന്താ കഴിക്കാത്ത? ചപ്പാത്തിയോട് വലിയ താല്പര്യമില്ല. എന്ത് മനുഷ്യരാണോ താരം? എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ചെയ്യാറുള്ളൂ. എല്ലാം കഴിച്ചു പഠിക്കണം മനുഷ്യന്മാരെ. എന്താ കൊണ്ടോക്കോ? എനിക്ക് വേണ്ട, കൊണ്ടോക്കോ. എന്താ കാത്തു വിളിച്ചേ? അമ്മോ, എങ്ങനെയാ അമ്മ ബോള് മോളിക്ക് എറിയാ? അതെടുക്ക്, അതെടുത്തിട്ട് എറി. ആ ബോൾ എടുത്തിട്ട് എറിഞ്ഞ. എങ്ങനെയാ അമ്മ ഇന്നലെ ബോൾ എറിഞ്ഞേ? ഇന്നലെ എങ്ങനെയാ അമ്മ ബോൾ എറിഞ്ഞേ? അമ്മ ഇങ്ങനെ ബോൾ എറിഞ്ഞേ? കുണുക്കനെ നീ എന്താ വിളിക്കുക? കുണുക്കനെ മാമ വിളിച്ചേ? മാമാന്നാ വിളിക്ക. ഇനി കുടിക്കണ മേമാന്ന് വിളിച്ചേ? പാപ്പാന്നാ. മേമാവില്ലേ? കുണിക്കണ മേമ വിളിച്ചേ? മാമോ. ഇന്ന് രാവിലേക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര നേരം തട്ടിമുട്ടി നടന്നു. ഉപ്പുമാവാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ, അപ്പോൾ അത് ഉള്ളിൽ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഏട്ടനോട് വെച്ചു ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ വെച്ചപ്പോൾ അവന് വേണ്ട, ആ ഉപ്പുമാവ് കഴിക്കില്ലെന്ന് തീർത്തും പറഞ്ഞു. പിന്നെ ഞാനതും പ്ലാൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് മാത്രം ഫുഡ് കഴിച്ചാൽ അവനൊന്നും കൊടുക്കാതിരുന്ന എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ ആദ്യം പറഞ്ഞു എനിക്ക് ചായ വേണം ഫസ്റ്റ്, അത് എൻ്റെ പിന്നെ ബാക്കിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കാത്തുമ്മയ്ക്ക് ആപ്പിള്, അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അതിനരിഞ്ഞോട് മുറിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുറച്ച് കൂടുതലാണ് തോന്നിയപ്പോൾ ഞാൻ അത് കളഞ്ഞു. പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് പഞ്ചസാര നന്നായി വേണം, എനിക്ക് നല്ല മധുരം വേണം, എന്നാലും ചായ കുടിച്ചൊരു ഫീല് കിട്ടുള്ളൂ കേട്ടോ. ഞാനങ്ങനെ കാതുമുക്കി ഗ്രീൻ ആപ്പിളാണ്, അതൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അവൾ നല്ല മധുരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പക്ഷേ പിന്നെ അവൾ വല്ലാതെ കഴിച്ചില്ല കേട്ടോ, കാരണം അത്യാവശ്യത്തിനേറെ പുളി ഉണ്ടായിരുന്നു ഈ ആപ്പിളിന്, ഗ്രീൻ ആപ്പിളിന് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാത്തും അധികം കഴിച്ചൊന്നുമില്ല, ബാക്കി ഞങ്ങൾ തന്നെ കഴിക്കേണ്ടിവന്നു. പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് എൻ്റെ പ്ലാനിങ്. ഞാൻ കുറച്ച് പൊടിയൊക്കെ എടുത്ത് കുഴയ്ക്കാൻ നോക്കുകയാണ്. ഞാൻ കുറേ നാളുണ്ടാവും ചപ്പാത്തി നമ്മൾ നോർമൽ ഉണ്ടാക്കിയിട്ട് വല്ല വർക്ക് കഴിഞ്ഞൊരു വല്ല പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ട് ചുടലാണ് പരിപാടി. ഇപ്പോൾ കുറച്ചാലായിട്ട് പരിപാടികൾ. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ഉപ്പും പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഞാൻ നന്നായി വെള്ളത്തിൽ കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനോട് ഏട്ടാ എനിക്ക് സബോള അരിഞ്ഞായെന്ന് പറയുമ്പോഴേക്കും നമ്മളെ കാത്തുമ്മ കരഞ്ഞു വാശിയായി അവൻ്റെ ഒക്കത്ത് കയറി. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. വീട്ടിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും 10 വട്ടം കാത്തുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒക്കത്ത് വരും കേട്ടോ. പിന്നെ ഏട്ടനോട് പറഞ്ഞത് അവിടെ വെച്ചോ, നീ ചായയിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ചായയിലിട്ടിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ചായയൊക്കെ സെറ്റാക്കിയിട്ട് ഏട്ടൻ അങ്ങനെ പോയി. ഞാൻ മാവ് കുഴക്കണതിൻ്റെ ഗുസ്തിയിലാണ്. കുറേ നാളായിട്ട് ചെയ്യാൻ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ടച്ച് വിട്ടു. പിന്നെ എനിക്കൊന്നും ആദ്യം പുറത്ത് മാവ് കുഴച്ചിട്ടാണ് ശീലം. ഞാനവിടെ നന്നായി തുടച്ചു, പിന്നെ ടിഷ്യൂ കൊണ്ടൊക്കെ ഒന്നുകൂടി തുടച്ചിട്ട് മാവ് കുഴക്കടപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും പിന്നെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമ്മൾ കാത്തുമ്മര ദേഹത്ത് അങ്ങനെയെങ്കിലും നെയ്യ് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവൾ എന്താ കഴിക്കുക, എത്രത്തോളം കഴിക്കുമെന്ന് അറിയില്ല. കഴിക്കുന്ന ഫുഡിൽ കുറച്ചെങ്കിലും നല്ല ഐറ്റംസ് കയറിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ നെയ്യൊക്കെ ചേർത്തത്. പിന്നെ നമ്മളെ കാത്തുമ്മ പുതിയ സൈക്കിളുമ്മ കാത്തുമ്മ വന്നിട്ടുണ്ട്. ഏട്ടൻ അവിടേക്ക് സബോളൊക്കെ അരിഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറയാം ഇവളെന്നെ പീഡിപ്പിക്കുകയാണ് ഗോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ എനിക്കൊരു കമൻറ്റ് വന്നു, മറ്റുള്ളവരെ ഏട്ടാന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കണതെന്ന്. നിങ്ങൾക്ക് എൻ്റെ പുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ ഏട്ടാന്നും വിളിക്കും ഡാന്നും വിളിക്കും, എല്ലാം അങ്ങനെ കുഴപ്പമില്ലാത്ത എനിക്കൊരു കംഫർട്ടായിട്ടുള്ള എല്ലാ പേരുകളും ഞാൻ വിളിക്കാറുണ്ട്. ഡാ, ഏട്ടാ,
എന്നൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഡാ ഏട്ടാന്ന് വിളിക്കാൻ കേട്ടിട്ട്. അല്ലാതെ ഞാൻ ആരെയും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഏട്ടാന്നും വിളിക്കാറുണ്ട്, ഡാന്നും വിളിക്കാറുണ്ട്, ഒക്കെ വിളിക്കാം, അവെന്നും വിളിക്കാറുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടങ്ങളാണ്. നമ്മളെ ഭർത്താക്കന്മാരെ എന്ത് വിളിക്കണം എന്നുള്ള നമ്മളെ ഇഷ്ടമാണ്. അതിൽ അവന് ഇതുവരെയ്ക്കും ഒരു കുഴപ്പം പറഞ്ഞിട്ടില്ല. അവൻ എന്തെങ്കിലും ഇതിലും കുഴപ്പം പറയുമ്പോൾ ഞാൻ മാറ്റിക്കോളാം. ഞങ്ങളിടയിലാവും ഭയങ്കര മൂത്തതാണ് എന്നുള്ളൊരു വേർതിരിവില്ല. ഞങ്ങൾ രണ്ടാളും ഒരേപോലെയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് വിളിച്ചു പോകുന്നതാണ് അത്. ചിലവർക്കൊക്കെ ആയിരിക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്കതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഏട്ടാന്ന് വിളിക്കുന്നതും ഡാന്ന് വിളിക്കുന്നു അവന്ന് വിളിക്കുന്നതൊക്കെ. അത് ഞാൻ എൻ്റെ സ്നേഹം പോലെ ഇരിക്കണ പോലെ എനിക്ക് എത്രത്തോളം സ്നേഹം കൊണ്ട് അതേപോലെ ഇരിക്കും ഞാൻ അവനെ വിളിക്കുന്ന പേരുകൾക്ക്. അത് എൻ്റെ ഒരു ഇതാണ്. എല്ലാവർക്കും അതോ ഓക്കെ ആവണമെന്നില്ലാതെ ഞാൻ വീണ്ടും പറയണം. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റൗണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് ചപ്പാത്തി പരത്തിയിട്ടുള്ള വലിയ ശീലമൊന്നും ഇല്ല. അപ്പം എങ്ങനെയൊക്കെയാണ് ഞാൻ പരത്തി സെറ്റാക്കുന്നത്. ഇങ്ങനെയല്ല പരത്തന്നെ ഞാൻ കാണിച്ചത്. ഇത് ഏതാണ്ട് ഇന്ത്യ വിട്ട റോക്കറ്റ് പോലെ അല്ല പാകിസ്ഥാൻ വിട്ട റോക്കറ്റ് പോലെ. ഇന്ത്യ വിട്ടൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ഇതാണ് ഞാൻ പരത്തിയിട്ടാ. ഏകദേശം റൗണ്ടായിട്ടുണ്ട്. നല്ല കനം കുറവ്. ഇങ്ങനെ കനം കുറയണം. ഞാനിത് വീട്ടിൽ കാണിക്കട്ടെ. ഞാൻ പരത്തിയത് നീ പറഞ്ഞ പാകിസ്ഥാൻ വിട്ട റോക്കറ്റ് ഏകദേശം റൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പരത്ത് ബാധമല്ലേ? അപ്പൊ പരത്ത് നമുക്ക് നോക്കാം. ഫോൺ സ്റ്റാൻഡിൽ നിന്ന് എടുക്കട്ടെ. ഇതാണ് നിനക്ക് അറിയില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയ തെളിവാണ്. പൊട്ട അല്ല ഞാൻ കൈ തുടയ്ക്കും. ഞാൻ ഇതാക്കിയത് ചപ്പാത്തി നനവ് വേണ്ട. കൈ നോക്ക് നനവുണ്ടാ? ഇല്ല. ഇത് പോയി പരത്ത് 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 തട്ടൻ ഞാൻ ഉണ്ടാക്കിയത് ഏകദേശം കുഴപ്പമില്ലാതെ റൗണ്ട് പോലെ വന്നിട്ടൊക്കെ ഉണ്ട്. രണ്ട് സൈഡും ആക്കണം, അല്ലെങ്കിൽ ഒട്ടും നിലത്ത്. നീ പറഞ്ഞ കാര്യം എനിക്കറിയാം. ഞാൻ ശ്രമിച്ചതോ അതായത് ടൈം സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ. എന്നിട്ട് നിലത്തൊട്ടി പോവും. അത്രയും നൈസായിട്ടാണോ? അല്ല, അതടക്കൊന്ന് എടുക്കണം. അതടക്കൊന്ന് എടുത്ത് മറിച്ചിടണം. നീ ആര് പറയണേ? എന്റെ അടുത്താ. നീ ലൈഫ് ചപ്പാത്തി ഉണ്ടാക്കിണ്ട്. പക്ഷെ അച്ചിലാന്ന് മാത്രം. അച്ചിലോ? പിന്നെ അച്ഛണ്ട്. എവിടെ? വീട്ടിലാ? വീട്ടിൽ അച്ഛണ്ടാ? അതല്ല, സാധാരണ ചെറിയ പിള്ളേരെല്ലാം ഈ അച്ചോണ്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. നിന്റെ പരീക്ഷണത്തിൽ വെച്ചാൽ ചാൻസ്. അമ്മേ, പാകിസ്ഥാനായിട്ട് റോക്കറ്റ് ഇതിന് ബെറ്റർ ആയിരുന്നു. നീ എന്നെ കെട്ടിയ തന്നെ. പണ്ടേക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ എത്തായിരുന്നു. ഞാൻ ബാറ്റിന് കുറ്റം പറഞ്ഞ ആളാ. അത് വെച്ച് നോക്കുമ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞു, മൂഡ് ശരിയല്ല, നാളെ ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ നിന്റെ മൂടിനും കൊണ്ട് നീ പോയിക്കോ. നിലത്തൊന്നിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ബുദ്ധി വേണം. ബുദ്ധി വേണമല്ലേ? ആ ബുദ്ധി
ഞാൻ കഴിക്കാൻ ഞാൻ എനിക്ക് മൂടില്ലാത്ത ഇതിലും വേണം എന്റെ ചപ്പാത്തി തന്നെയാണ്. എന്താ ചപ്പാത്തി കുഴപ്പം? അടിച്ചെടുത്ത പീസ് ആരുണ്ട് അത് ആക്കി വരുമ്പോ കാത്തോ ബാഡി ഞാൻ നിന്നെ എടുക്കാം. നമുക്ക് പോവാ പറഞ്ഞേ അമ്മക്ക് ചാറ്റ് കൊടുത്തേ. ചാറ്റ് കൊടുക്ക് സാധനം വേണ്ട. അപ്പൊ ഞാൻ ചപ്പാത്തി എല്ലാം പരത്തിയിട്ട് വരാട്ടോ. ഈ ചായ തരുമോ? അങ്ങനെ കുറച്ച് ചപ്പാത്തി പരത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ചുട്ടിട്ട് ബാക്കി പരത്താമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ചപ്പാത്തി കൂടി ഒട്ടിപ്പിടിക്കും, പരത്തി വെച്ചാൽ കൂടിയിട്ട് ഒട്ടിപ്പിടിക്കും. ഞാൻ മാക്സിമം നല്ല നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ടെൻഷനാണ് ചപ്പാത്തി സോഫ്റ്റ് ആവുമോ എന്നൊക്കെ. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കിട്ടിയില്ല, പിന്നെ എൻ്റെ മൂഡ് ഫുള്ളും പോവും. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് മാറണേ ഇല്ല കേട്ടോ. മാറാതെ അവിടെ നിന്നിട്ട് തന്നെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഓയിലിൻ്റെ ഈ ഒരു ഡപ്പം അടിപൊളിയാട്ടോ. കാരണം നമുക്ക് വേറെ പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് ചപ്പാത്തിയുമ്പോൾ പരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാൾ മുന്നോട്ട് ഇത് കണ്ടിട്ട് നല്ലതാണോ എന്ത് അറിയാത്തതാണ് ഞാൻ മേടിക്കാതിരിക്കുന്നത്. പക്ഷേ വീട്ടിൽ മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം അമ്മ പറഞ്ഞു അടിപൊളിയാന്ന് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ മേടിച്ചത്. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പുറത്ത് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സബോളയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരും ചെയ്യും. ഏട്ടന് ഇഷ്ടമാണ് മുട്ടക്കറി ചപ്പാത്തി. അപ്പോൾ ഞാൻ സബോള ഒന്ന് വാടി വന്നപ്പോൾ എനിക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുത്ത് അതിൻ്റെ നന്നായി മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം പോയി വന്നപ്പോൾ അതിൽ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഉടച്ചു കൊടുക്കുകയാണ്. ഇനി തക്കാളിക്കൊന്ന് വെന്ത് വരണം. അപ്പോഴേക്ക് ഏട്ട അപ്പുറത്ത് നിന്നിട്ട് കാത്തുമ്മിക്ക് മൂസമ്പി മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര പുള്ളി ആയതുകൊണ്ട് തന്നെ ഏട്ടത് ജ്യൂസ് അടിക്കുക എന്നുള്ള പ്ലാനിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടയുടെ ജ്യൂസ് അടിക്കാൻ നോക്കുന്നുണ്ട്, ഞാനിപ്പുറത്ത് മുട്ടക്കറി നോക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ സോയ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സോസുകൾ എന്ന് വെച്ചാൽ എനിക്കൊരു പ്രാന്താണ്. അപ്പോൾ അതെൻ്റെ കയ്യിൽ കിട്ടിയത് മൊത്തം ഞാൻ ഒഴിക്കും. അതെൻ്റെ ശീലമാട്ടോ. പിന്നെ പോരാത്തതിന് കുറച്ചുകൂടി മധുരം വേണമെന്ന് തോന്നി ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ഇടും. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടേസ്റ്റിന് എൻ്റെ ഒരു വൈബിനും പറ്റി കിട്ടിയോണ്ട് കുഴപ്പമില്ല. അച്ഛൻ ചീത്ത പറയും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ കുറച്ച് പഞ്ചസാര ഇടും. പക്ഷേ ഞങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ നല്ലോണം പഞ്ചസാര ഇടും. ഇന്നത്തെ മുട്ടക്കറിയിലാണ് നല്ല മധുരം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരത്തിലുള്ള കറികൾ. അത് ഞാൻ ചപ്പാത്തിയൊക്കെ ചോറിന് എനിക്ക് മധുരമുള്ള കറി ഇഷ്ടമല്ല. അങ്ങനെ ഒരു വ്യത്യസ്ത സ്വഭാവമാണ് എൻ്റെ. പിന്നെ അതാ മൂസമ്പി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏട്ടൻ തേൻ ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടന് തേൻ ഒഴിച്ചു, എനിക്ക് പഞ്ചസാര മതി. കാരണം എനിക്ക് തേനിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഞാനും പഞ്ചസാര ഇടാണ്ടപ്പോൾ ഏട്ടനും പഞ്ചസാര ഇട്ടു. നീ ഹെൽത്ത് നോക്കണില്ല, പിന്നെ ഞാൻ എന്തിനും നോക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ കാത്തുമ്മയ്ക്ക് കൊടുത്തപ്പോൾ കാത്തുമ്മയ്ക്ക് വേണ്ട പറഞ്ഞു. അതിന് ചെറിയൊരു പുളിപ്പുള്ളതുകൊണ്ടായിരിക്കും അവൾ കുടിച്ചില്ല. പിന്നെ ഞാനും ഏട്ടനും കൂടി കുടിച്ച് തീർത്ത് നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കാം കേട്ടോ. പിള്ളേ അടുക്കള ഒരു ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അടുക്കള ഫുൾ അലങ്കോലമായുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കാത്തുമ്മയ്ക്കുള്ള കോഴിമുട്ട ഞാൻ കറിയിലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തൊലൊക്കെ പൊളിച്ച് അവൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവളെ കസാര ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഞങ്ങളെ കസാരയായിരുന്നു. പക്ഷെ അവൾക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ മടിയിലിരുത്താന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വാശി. കണ്ട അവൾ വാശി പിടിക്കുകയാണ്. പിന്നെ അവൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഇരുന്നാലും എന്തെങ്കിലും തിന്നാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കുന്നുണ്ട്. ചപ്പാത്തി ഒന്നും അവൾ വല്ലാതെ രാവിലെ കഴിച്ചില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ചപ്പാത്തി കഴിച്ചു, പക്ഷേ രാവിലെ അവൾ ചപ്പാത്തി കഴിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ചപ്പാത്തി ഇഷ്ടമുണ്ടാവില്ല എന്നാണ്. അവൾ കോഴിമുട്ടയുടെ വെള്ളം മാത്രമാണ് കഴിച്ചുള്ളൂ. ചപ്പാത്തി ആകെ 1-2 വായ മാത്രമേ കഴിച്ചുള്ളൂ. അവളപ്പേപ്പോലെ അവൾക്ക് തോന്നണം എന്ത് ഫുഡ് കഴിക്കണമെങ്കിലും. അല്ലാതെ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അവർ രണ്ടാളും കഴിക്കില്ല കേട്ടോ. അതെനിക്കിട്ടൊരു 8ൻ്റെ പണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതാ ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും ശ്രദ്ധിക്കാതെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. ഞാൻ ഉണ്ടാക്കുന്ന കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ പാത്രം കഴുകലും അടുക്കള ക്ലീനിങ്ങുമാണ്. ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ ചെയ്യാമെന്ന്. പക്ഷേ ഏട്ടനെ ഈ പണി കൊടുത്ത് ഞാൻ കാത്തുമ്മനെ നോക്കേണ്ടി വരും. അവളെ നോക്കുക, അവളെ പേടിനെ സഹിക്കാണ്ടും ഭേദം പണിയെടുക്കാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഏട്ടനാകുമ്പോൾ അവളിഷ്ടത്തിനൊക്കെ നിന്ന് കൊടുത്ത് സെറ്റായി പോയിക്കോളും. എൻ്റെ അടുത്താകുമ്പോൾ ഭയങ്കര അടിയാണ് ഞാനവളും.
അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തോളാം, ഏട്ടൻ അവളെ നോക്കിക്കോളാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കള ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് എത്രക്കാരൊക്കെ ചെയ്താലും എനിക്ക് ഞാനും എൻ്റെ അമ്മയും ചെയ്യണ ഒരു ക്ലീനിങ് ഉണ്ട്. അടുക്കള ഫുള്ള് സോപ്പിട്ട് ചകിരി കൊണ്ട് ഉരച്ച് വൃത്തിയാക്കി അങ്ങനെ ചെയ്താലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അടുക്കള വൃത്തിയായെന്ന് തോന്നണമെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം. വേണ്ട, ഞാൻ ഓരോ സാധനവും മാറ്റി മുക്കും മൂലയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയാണ് പ്രത്യേകത ഭംഗി തന്നെ കേട്ടോ. അതെല്ലാവർക്കും തോന്നാറുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുക്കളയ്ക്ക് വൃത്തിയായിട്ട് എപ്പോഴും വയ്ക്കാൻ. അപ്പം അതിൻ്റെ ഇടയിൽ അപ്പയും മോളും ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ടും നടക്കുന്നുണ്ട്. കാരണം കാത്തുമ്മ രാവിലെ എഴുന്നേറ്റ് പൊട്ടിങ്ങനെ കരഞ്ഞിട്ടാണ് നടക്കുന്നത്. പിള്ളേരാകുമ്പോൾ ഓരോ ദിവസം ഓരോ സ്വഭാവങ്ങളാണല്ലോ. പിന്നത്തെ സ്വഭാവം ഭയങ്കര വാശിക്കാരിയായിരുന്നു. അപ്പം എൻ്റെ ഏകദേശം അടുക്കളത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കറക്റ്റ് അപ്പയും മോളും കൂടി വന്നിട്ട് എനിക്ക് ബാക്കിയുള്ള പാത്രം കൊണ്ട് അടുക്കളയിൽ വലിച്ചു വാരിയിടാൻ. പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് അടുക്കളയൊക്കെ തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് എപ്പോൾ വീട് ക്ലീൻ ആക്കുമ്പോൾ ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് ക്ലീൻ ആക്കണം കേട്ടോ. എന്നാലാണ് ആ വീടൊന്ന് വൃത്തിയാക്കിയെന്ന് എനിക്ക് എന്നോട് തന്നെ തോന്നുള്ളൂ. അതിനതാ നമ്മളെ അടുക്കള ക്ലീനിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കബോർഡുകളൊക്കെ തുടയ്ക്കണം കേട്ടോ. കാരണം കുറച്ച് ദിവസം ഞാൻ കബോർഡൊക്കെ തുടച്ചിട്ട് പിന്നെ ഈ കബോർഡും എന്തെങ്കിലും ചെറിയ കളർ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുക, നമുക്ക് എത്ര തുടച്ചാലും പോകുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം അന്നന്നത്തെ കറകൾ അന്നന്നെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളും മടി പിടിച്ച ദിവസങ്ങളും മാത്രമാണ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ കബോർഡും എല്ലാം തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യാതെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വയ്യ, ഉറക്കം വന്നിട്ട് കുറച്ച് ദിവസമായി നമ്മൾ ഉറക്കം കാര്യമൊക്കെ പോയിട്ട്. അപ്പോഴേക്കും നമ്മളെ കാത്തുമ്മ വന്നിട്ടുണ്ട്. കാത്തുമ്മ വന്നാൽ പിന്നെ അവളോട് കുറച്ച് നേരം കളിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അവളോട് ഡാൻസ് കളിച്ചും കിണിങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അവളെ കൂടെ കളിക്കുകയാണ്. ഏട്ടൻ്റെ ഡാൻസ് എൻ്റെ ഏറ്റവും കൂടുതൽ ചെറുക്കുന്ന ആൾ നമ്മളെ കാത്തുമ്മയാണ്. അവൾക്ക് അപ്പനെ ഡാൻസ് കളിച്ചാൽ എന്ത് ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ കിച്ചൺ ലാസ്റ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലത്തെ അപ്പേനും മോളിലും കാണാനില്ല, ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ. എന്ത് ചെയ്ത് ഐസ്ക്രീം ആരുണ്ടൂടെ കുഞ്ഞി അല്ലേ? അപ്പാപ്പി കാണിച്ചെടുക്കട്ടെ ഞാനിത്. അക്കി കാണിച്ചെടുക്കണ ചീറ്റൊക്കെ പാപ്പേന്ന്. അതൊന്ന് എനിക്ക് വേണ്ടി അടിച്ച ഐസ്ക്രീം ഞാനല്ല, അത് നിങ്ങളാണോ കഴിക്കുക? ഏട്ടാ ആർക്കൊരു ഐസ്ക്രീം മേടിച്ചേക്കല് അല്ലേ? ഞാൻ വരാം. ഞാനും കാത്തുമ്മ കൂടിയിട്ട് അടി ഉണ്ടാക്കിയിട്ടാണ് ഐസ്ക്രീം കഴിക്കുന്നത്. കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനും ഭയങ്കര ഇഷ്ടം, കാത്തുമ്മയ്ക്കും ഇഷ്ടമാണ്. ഇപ്പോൾ കാത്തുമ്മ ആദ്യമൊന്നും കഴിച്ചിരുന്നില്ല, പക്ഷേ ഈയിടെയായിട്ട് ഐസ്ക്രീം ആയാലും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. മിഠായി ഇപ്പോഴും തെറ്റില്ല കേട്ടോ. മിഠായി കണ്ട കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഞാൻ എനിക്കൊരു ടീസ്പൂൺ എടുക്കാൻ പോയി, കാരണം എന്നാലും എനിക്ക് തിന്നാൻ കിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അവളോട് അടി ഉണ്ടാക്കിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ. അപ്പം അങ്ങനെ ഞാനും ഏട്ടനും കൂട്ടിയിട്ടും അവരോട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇത് കാണാൻ കാത്തുമ്മയ്ക്കാണെങ്കിലും നല്ല നിലയ്ക്ക് കുശുമ്പ് വന്നിട്ട് പിന്നെ മോന്ത കനപ്പിച്ച് പിടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാത്തുമ്മനെ കുളിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ആൾക്ക് മേത്തും തലയിലൊക്കെ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാട്ടോ, ലവ് ലാപ്പിൻ്റെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കാത്തുമ്മയ്ക്ക് കുളിക്കാനും എണ്ണ അയക്കാനും ഒന്നും മടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണത്. കാരണം ഇതുകൂടി മടിയുള്ള ആളാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഗുസ്തി തന്നെ വേണ്ടി വന്നേനെ. പക്ഷേ ഇത് കുളിക്കാൻ വാ എന്ന് പറഞ്ഞ് നല്ല കുട്ടികൾ കുളിക്കാൻ വരും കേട്ടോ. ഞാൻ ആ മുട്ടയ്ക്ക് മേളിക്കൊന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണ്. പക്ഷേ കെട്ടിവെക്കാൻ എനിക്ക് പണി കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ച് കൊടുത്തു. കുളിക്കാനും തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ പുതിയ ഡ്രസ്സൊക്കെ തിരുമ്പാണ്ട്. ഞങ്ങൾ കുളിക്കാൻ കയറാൻ പോകും. ബൈ, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വരിക ഒപ്പ നല്ലോട്ട് വിൽക്കോ? ഓക്കെ, കുളിച്ചിട്ടു. ടാറ്റ ബൈ. ബൈ.
അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കാത്തുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ടൈം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിളക്കൊക്കെ എത്തിക്കാൻ പോവാം, വായു ആയിട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. കാത്തുമ്പോൾ ഉറങ്ങുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട അവൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അങ്ങനെ മെല്ലെ ഡോറൊക്കെ ഒന്ന് അടച്ച് നമ്മൾ നേരെ അള്ളിലേക്ക് കടന്നു. അപ്പോൾ അതാ നമ്മൾ മെഴുകുതിരി കത്തിക്കലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഴുകുതിരി കത്തിക്കൽ എൻ്റെ പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ കത്തിച്ച് ഇങ്ങനെ വീട് നല്ല ഭംഗിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റ്സ് ഇടാറുണ്ട്. നല്ല ഭംഗിയുണ്ടെന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നെ കണ്ട ഞാൻ ഏട്ടൻ്റെ അടുത്ത് കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ കാണിച്ചൊക്കെ എന്താണ് അവൻ എന്നെ ചവിട്ടി പുറത്തേക്ക് ഇടുന്നത്. കാരണം അവൻ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം, എങ്ങനെ ദേഷ്യപ്പെടുത്താം എന്ന നോക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. പക്ഷെ അവൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നിരുന്നു. അതായത് എല്ലാം സെറ്റാക്കിയതിൻ്റെ ശേഷം നമുക്ക് നേരെ റൂമിലേക്ക് പോകാം, വിളക്ക് എത്തിക്കണം, കാര്യങ്ങൾ ചെയ്യണം. വേണ്ട എനിക്ക് ഇങ്ങനെയൊക്കെ വീട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇങ്ങനെ എടുത്ത് വയ്ക്കാനും ഭയങ്കര ഇഷ്ടമാണ്, നേരിട്ട് കാണാനും ഭയങ്കര ഇഷ്ടം, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ അതാ ഞാൻ വിളക്ക് എത്തിക്കാൻ പോവാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അന്നന്ന് അടിച്ചുടയ്ക്കുമ്പോൾ ഞാൻ എടുത്ത് കളയും. പിന്നെ ഞാൻ നല്ല ഭംഗിയിൽ നിൽക്കും വിളക്കെത്തിക്കല വേണ്ട ടൈമിലെന്ന് വെച്ചിട്ട് ഞാൻ വിളക്കെത്തിക്കല ഓരോന്നും സെറ്റാക്കിക്കൊണ്ടിരിക്കും. സോറി, അതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല ഉറക്കം വേണ്ടി അപ്പോൾ ഒന്നും കോട്ട ഇടാൻ പോയതാണ്. ഇതൊരു പകർച്ചവ്യാധി എന്നറിയാം. എനിക്ക് അതിമൊരു ബുദ്ധിമുട്ടുണ്ടായ ഞാൻ വീണ്ടും സോറി പറയുന്നു. പിന്നെ അതാ ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിൻ്റെ ഡോറൊക്കെ തുറന്നിടാം. നല്ല കാറ്റും വെളിച്ചൊക്കെ അടിച്ചോട്ടെ വെച്ചു. ഞങ്ങൾ സാധാരണ കാത്തുമ്പോൾ ഉള്ളതായിരിക്കും ഞങ്ങൾ തുറന്നിടാറില്ല. കാരണം കാത്തുമ്പോൾ അവിടേക്ക് പോവുമോ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഭയങ്കര പേടി കൂടുതലായിട്ട് എനിക്ക്. പക്ഷെ ഇന്ന് കാത്തുമ്പോൾ ഉറങ്ങി കഴിക്കാനും നമുക്ക് ആ ഒരു പേടിയുടെ ആവശ്യമില്ല. നമുക്ക് വേഗം തന്നെ പോയിട്ട് ചായ വയ്ക്കേണ്ട പണികൾ നോക്കാം. അപ്പോൾ ഏട്ടൻ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് കളിയാക്കട്ടോ. ഞാൻ തിരിച്ചും കളിയാക്കിയിട്ട് നേരെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ മെഴുകുതിരി കൊടുന്ന് കത്തിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റൂമൊക്കെ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ കുറച്ച് ചായക്ക് വെള്ളമൊക്കെ വെച്ച് കട്ടൻ ചായ വെച്ച് കായ വറുത്തൊക്കെ ഇന്നാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഏട്ടനോ പറഞ്ഞേട്ടാ കായ വറുത്തൊക്കെ വണ്ടിയിലുണ്ട്, അത് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ ഏട്ടനെ വിട്ടേച്ചിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള ആവശ്യത്തിലുള്ള മധുരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ എനിക്ക് ഏലക്കായ ഉണ്ടോ ബുദ്ധിമുട്ടില്ല, കാരണം ഏലക്കായ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ചായയിലേക്കാനും സുഖം. പിന്നെ നമ്മൾ ഏട്ടൻ്റെ സ്ഥിരം പരിപാടി ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് തിന്നാന്ന് വെച്ചാൽ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അത് പവൻ തിന്നാന്ന് മാത്രമല്ല കേട്ടോ, അവൻ എൻ്റെ വായിലിട്ടാലും ഇപ്പോൾ കാത്തുമ്മിക്ക് ഇട്ട് കൊടുക്കും. കഴിച്ച് ഞങ്ങൾക്കതൊരു ഇഷ്ടമായി തുടങ്ങി. പിന്നെ അത് ആ കായ വറുത്തതുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഉരുളൻകിഴങ്ങ് വറുത്താണ്, കുറച്ച് എരിവും ഉപ്പൊക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ കാത്തുമ്പോൾ എഴുന്നിട്ട് എടുത്തപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര വാശി. അപ്പോൾ ഞാൻ വീണ്ടും പാലും എടുത്തിട്ടാണ് ഉറക്കി. അപ്പോൾ ഏട്ടനാണ് ചായയിലെല്ലാം ഇട്ട് സെറ്റാക്കുന്നത്. പിന്നെ ഞാൻ വന്നു, കാത്തുമ്മനെ ഉറക്കി വന്നു. പിന്നെ അതാ നമ്മൾ ചായയൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടി വിയും കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഏതാ സിനിമ ഇട്ടിട്ട് ബ്രോ മാക്സോ എന്നാൽ സിനിമ വെച്ചിട്ട് കുറച്ച് സിനിമയും കണ്ട് ചായ കുടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കണ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാത്തുമ്മ ഉറക്കമായി കാരണം ഒരു സുഖമില്ല. കാത്തുമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ വലിച്ചിടാനും അലമ്പുണ്ടാക്കാനൊക്കെ ഫസ്റ്റ് നിൽക്കുവള്. അപ്പോൾ പിന്നെ നമുക്കൊന്നും സംസാരിക്കാനോ ആലോചിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ അവൾ ഉറക്കമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ടി വി കാണുന്നുണ്ട്. അപ്പോഴേക്കും 100 വയസ്സാണ് നമ്മളാ കാത്തുമ്മ എഴുന്നേറ്റുണ്ട്. ഉറക്കം റെഡി ആകത്തുണ്ടെങ്കിലും ഭയങ്കര വാശിയായിട്ട് എന്നെ കിണിങ്ങിയിരിക്കുന്നുണ്ട്. സാധാരണ അവൾ ഉറങ്ങി എഴുന്നേറ്റ് അവൾ ഓക്കെയാണ്, പിന്നെ അവൾ വാശി പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് കുറേ നേരത്തെ കണ്ട ഇങ്ങനെ കിടന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചായ കാണിച്ചു നോക്കി, അവൾക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ചായ കാണിച്ചു നോക്കി, പക്ഷെ കാര്യമില്ല, അതിലൊന്നും അവൾ വീണില്ല കേട്ടോ. അവൾ ഭയങ്കര വാശി തന്നെയായിരുന്നു. പിന്നെ ഞാൻ ചായ കുടിച്ചു, അവൾ നോക്കിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചായ കുടിക്കുന്നുണ്ട്. നല്ല ചായ കേട്ടോ, ഈ ഏലക്കായിട്ട ചായയില. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ചായ അഡിക്റ്റായി. എനിക്ക് ചായ സാധാരണ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഇപ്പം ഞാനൊരു ചായ അഡിക്റ്റായി മാറുന്നുണ്ട്. അതിനെ നമ്മൾ കാത്തുമുറങ്ങുന്നില്ല, വെറുതെ കിടക്കട്ടെ. പിന്നെ അതായത് ദേവൂസ് ബുട്ടിക്ക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റ പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന 3 ടോപ്പുകളാണ്.
3 എനിക്കൊരു മെസ്സേജ് എനിക്കറിയായിരുന്നു. പക്ഷെ ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഇത് പൊളിച്ച് നോക്കുന്നത്. പിന്നെ തുറന്നു നോക്കിയപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ട കളറാട്ടത്. ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് ഇട്ട് ഭയങ്കര നിറമായിരിക്കും. അപ്പോൾ 2 ടോപ്പാട്ടത്, ചുരിദാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി 2 ടോപ്പാണ്. നമുക്ക് പുറത്തേക്ക് വരെ ഇട്ട് പോകാൻ പറ്റും. അത്ര അടിപൊളി ലുക്കാട്ടാ അതിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു ഉടുപ്പാണ്, ഒരു ഫ്രോക്ക് നൈറ്റി എന്നും പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ. ഇതിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കഴുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല തടി കുറവൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാത്തുമ്പോൾ ആപ്പിൾ കൊടുന്നപ്പോൾ അത് കഴിക്കട്ടെ. ബാക്കിൽ നമുക്ക് വള്ളിയുണ്ട്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കാം. നമുക്കത് പുറത്തേക്ക് ഇട്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ പറ്റും. പിന്നെ ഇതാണ് വേറെ ടോപ്പ്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ചതുര കഴുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്കെൻ്റെ കൈയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ട് എൻ്റെ കൈയൊക്കെ. ഇത് നമുക്ക് പുറത്തേക്ക് ഇട്ട് പോകാം. അതേപോലെ നൈറ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വീട്ടിലും ഇടാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. നമ്മളെ കാത്തുമ്മ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഓരോ കുറുമ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ അവളെൻ്റെ ഒക്കത്തു നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഏട്ടാ ഓടി വാട എടുക്കടാന്ന് പറഞ്ഞു. കാരണം ഇത് ഞാൻ റീൽസിനുള്ള വീഡിയോസ് എടുക്കുകയാണ്. ഞാനിങ്ങനെ വല്ല വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ആ നേരത്തെ കറക്റ്റ് അവൾ വന്നിട്ട് എന്നോട് കുറുമ്പ് കാണിക്കുന്നു കേട്ടോ. ഇതാ നമ്മൾ ആദ്യത്തെ ടോപ്പിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. ഈ കളർ നമ്മളെ ഫേസിലേക്ക് പ്രത്യേകത ഭംഗിയാണ്. ഇതും നേരത്തെ ടോപ്പ് പോലെ ഒരു വെറൈറ്റി കയ്യിലുള്ള ടോപ്പാണ്. ഇത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലിടാം, അല്ലെങ്കിൽ പുറത്തേക്ക് വരെ ഇടാൻ പറ്റും. അത്ര അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുറേ നേരം വീഡിയോ ഒന്നും എടുത്തില്ല അല്ലേ ഏട്ടാ? കുളി കഴിഞ്ഞപ്പോൾ നമ്മൾ കാത്തുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിച്ചു. ഞങ്ങൾ ചായ കുടിച്ചില്ല. ഞങ്ങൾക്ക് രാവിലെ കീ 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 എന്നുള്ള സ്വഭാവമായിരുന്നു. എന്നെ കുളിക്കുമ്പോ നമ്മൾ എന്താ ചെയ്ത് പറഞ്ഞത്? ഞാൻ എന്താണ് വെച്ച് തെറ്റിരിച്ചത്? അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച നമ്മള് കുളിക്കുമ്പോ എന്ത് ചെയ്ത് വെള്ളത്തില് കളിച്ചല്ലേ? എങ്ങനെയായിരുന്നു വെള്ളത്തില്? വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ലേ കുറുമ്പത്തി? ഇത് കഴിഞ്ഞ് നമുക്ക് രാത്രി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു സിനിമ കാണാൻ പോകണം. വേറൊരു സ്ഥലത്തേക്ക് അതൊന്നും നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പൊ എന്തായാലും ഞാൻ ഡ്രസ്സ് കൂടിയിട്ട് ചെറിയ ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ എടുക്കണ്ടായിരുന്നു. എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം കേട്ടോ. അതിൽ ഞാൻ ഷോർട്സിലും കൂടി കൊടുക്കാം. കത്ത് കഴിഞ്ഞിട്ട് ഭംഗിയുണ്ടാ? സൂപ്പർ സൂപ്പർ. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ചുരിദാറിന്റെ ടോപ്പായിട്ട് യൂസ് ചെയ്യണ്ട കേട്ടോ. അല്ലേ ഞാൻ സുന്ദരിയല്ലേ? അങ്ങനെതാ നമ്മൾ ആ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും പഴയ ഡ്രസ്സൊക്കെ മാറി കാത്തുമാരെ കുമ്മുട്ടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവൾ ഗിവി കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾക്കിങ്ങനെ ഐറ്റംസിനോടാണ് പ്രിയം കൂടുതൽ. അപ്പോൾ അവൾ ഗിവി കഴിക്കുന്നുണ്ട്. ഏട്ടൻ ഒക്കെ പൊളിച്ച് മുറിച്ച് കൊടുത്താൽ കേട്ടോ. ഞാൻ അവൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ കണ്ണിലും മൂക്കിലും വന്നിട്ട് അവൾക്കും ഭ്രാന്താവും എനിക്കും ഭ്രാന്താവും. അപ്പം അതിൻ്റെ ഇടയിൽ അവൾ എനിക്ക് വായിൽ വെച്ചിരുന്നുണ്ട് കേട്ടോ. കഴിച്ചപ്പോൾ നല്ല പുളിപ്പാണ്. പക്ഷെ അവൾക്കത് വലിയ പുളിപ്പൊന്നായിട്ട് തോന്നണില്ല. പിന്നെ അതാ ഞങ്ങൾ മാതാവിനെ പ്രാർത്ഥിക്കാണ്. ഇപ്പോഴേക്കും ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു മാതാവിനൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കും. കാത്തുമ്മയ്ക്ക് ഉപ്പ് നാവിൽ തൊടണം, എണ്ണ നെറ്റിയിൽ തൊടണം. അവൾക്ക് ഇവിടെയൊക്കെ വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് ആദ്യം ചെയ്ത് തീർക്കണം. ഞാൻ ആദ്യമേ ഇതൊക്കെ ചെയ്ത് കൊടുത്തു. കാരണം അല്ലെങ്കിൽ നമുക്ക് അവൾ പ്രാർത്ഥിക്കാൻ സമാധാനം തരില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏട്ടാ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്തായാലും ഏട്ടൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഏട്ടനോടും എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് അവൾ വീണ്ടും. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ചോറൊക്കെ ഉണ്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ താഴെ ഞങ്ങൾ ഒരു 9 മണിയാകുമ്പോൾ സിനിമയ്ക്ക് പോവാണ്. എന്താ പ്രിൻസിൻ്റെ ഫാമിലിയോ അങ്ങനെ പുതിയ സിനിമയിലേക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സിനിമ ആണ് നമ്മൾ പോവുകയാണ്.
ദിലീപേൻ്റെ സിനിമയാണ്ട് തന്നെ ഞങ്ങൾ റിലീസിൻ്റെ അന്ന് തന്നെ കാണുന്നത് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെ കാത്തുമ്പോൾ ഭയങ്കര കരച്ചിലാട്ടാ. അവൾ എന്താണോ ഒന്ന് ഭയങ്കര ശീലക്കേടായിരുന്നു. പേട്ടൻ നേരത്തോടെ വണ്ടിയിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അവൻ ആദ്യമേ എല്ലാം സെറ്റാക്കും. കാരണം അവൻ പ്രത്യേകിച്ച് പുറത്ത് പോയിച്ചിട്ട് ഒന്ന് മുടി ചീന്തേ ക്രേമയൊക്കെ ഒരു പരിപാടിയും ഇല്ല. എന്താ ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നിട്ട് അച്ഛനമ്മനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ നേരെ കുന്നോളം പോവുകയാണ്. കുന്നോളത്തിൽ അറച്ചിലാണ് നമ്മൾ സിനിമ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പോകണ വഴിയിൽ മൊത്തം റോഡ് പണിയാട്ടോ. അപ്പം അത്യാവശ്യം നേരം നമ്മൾ അങ്ങനെ ചുറ്റി പോകണം. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം, കാരണം നേരം വഴുകും. അപ്പം ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കാണ്. അച്ഛനമ്മയും ഉണ്ണികളൊക്കെ മേളിലേക്ക് കയറിയിട്ടാണ്. ഞാൻ പറഞ്ഞു അവരോട് കയറിക്കോളാം, കാരണം 9 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാദ്യം കയറി. പിന്നെ ഞാനും ഏട്ടനും കൂടിയിട്ട് രണ്ടാമത്തെ പോവുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഏട്ടനും ഞാൻ ഒറ്റയ്ക്ക് പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിഫ്റ്റിൽ നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. വേറെ ഒന്നുമില്ല, ഫ്രണ്ടിൽ കുടിച്ചിട്ട് ജാതി നോട്ടം കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ഏട്ടൻ അയാളെൻ്റെ മേത്ത് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ഫുൾ ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണ്. അവന് ഭയങ്കര ദേഷ്യമുള്ള കേസാട്ടോ അതൊക്കെ. അതിനതാ നമ്മൾ സിനിമയ്ക്ക് കയറി. അപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിൻസ് ആൻഡ് ഫാമിലി, ഇതാണ് സിനിമ. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി സിനിമയാണ്. ഇതിൽ കുറച്ച് നമ്മളെ പോലെ വ്ളോഗേഴ്സിനുള്ള കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ശരി തന്നെ കേട്ടോ. ഒരാൾക്കാരുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതുള്ള കുറേ നമ്മൾ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു, സത്യമാണെന്നുള്ള ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയെല്ലാം കണ്ട് വീടെത്തിയതിന് ശേഷം കാത്തും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിലോണ്ട് എടുത്തി. ഏട്ടൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ നോക്കാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാനപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇനി കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോകട്ടെ. അപ്പോൾ പോകാണ്ട് മുന്നെടുത്ത് വീഡിയോ ആണെങ്കിൽ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ ടോപ്പാണ് ഇട്ട് പോയത്. നല്ല ഭംഗിയിൽ ഫേസിലേക്ക് നല്ല പ്രത്യേക ഗ്ലോ വരുന്നുണ്ട് ഈ കളറായതുകൊണ്ട് തന്നെ. പിന്നെ അതിൻ്റെ കൈയും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അമ്മയും സാധാരണ അമ്മയ്ക്ക് ഞാൻ ചുരിദാർ ഇടുന്നൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ.